നമസ്കാരം. വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇ.ഡി. അടുത്ത നടപടിയായി അറസ്റ്റിലേക്ക് കടക്കും. അതുവഴി മൂന്നാം ഘട്ടമായി പിണറായി വിജയനിലേക്ക് കൂടി ഇ.ഡി. എത്തും. അടിയന്തര നടപടികൾക്കുള്ള സാഹചര്യം നിലവിലുണ്ട്. കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള അവസരങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ ഈ ദിവസം മാധ്യമങ്ങളിലൂടെ, ന്യൂസ് ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയാണ്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? വീണയെ അറസ്റ്റ് ചെയ്യുമോ? അത് ഉറപ്പിക്കുന്ന മാധ്യമ വാർത്തകൾ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഇ.ഡി. ആസൂത്രിതമായി തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതിലേക്ക് സംശയം നീളുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. അതിൽ ഒന്നാമതായുള്ളത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാൻ കഴിയും വിധം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നാം. അതിൻ്റെ സാങ്കേതികത്വം, അത് ഇ.ഡിക്ക് മുന്നിൽ എന്താണ് സാധ്യത തുറന്നിടുന്നത് എന്നത് സംബന്ധിച്ച വിശദാംശത്തിലേക്ക് നമുക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം ഇതുവരെ മാറിയിട്ടില്ല. വി.ഡി. സതീശൻ മാറിയിട്ടില്ല. ഇനി എന്ന് മാറും എന്ന സൂചനയും ഇല്ല. അത് ഇ.ഡിക്ക് ഈ കേസിൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് CPIM സംശയിക്കുന്നു. അതെങ്ങനെ? നമുക്ക് നോക്കാം. ആദ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ ഒരു ആരോപണം കേൾക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മാറ്റിയാൽ കന്റോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കന്റോൺമെന്റ് ഹൗസ് അനുവദിക്കും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രായ്ക്ക് രാമാനം നടത്താൻ കന്റോൺമെന്റ് ഹൗസ് പോലെ, ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുള്ള ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ്. ഇ.ഡിയുടെ വരവിനും കന്റോൺമെന്റ് ഹൗസിനും തമ്മിൽ എന്താണ് ബന്ധം? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ്, അവിടെ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞിട്ട് 17 ദിവസമായി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 10 ദിവസം കഴിഞ്ഞു. എന്നാൽ വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണിയുണ്ട്, അതുകൊണ്ടാണ് താമസം മാറ്റാത്തത് എന്ന വാദമായിരുന്നു ഇതുവരെ. അറ്റകുറ്റപ്പണി മാത്രമാണ്, എന്നാൽ മോടി പിടിപ്പിക്കലില്ല എന്നൊക്കെയായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്ര നാളത്തെ പണിതീരാത്ത അറ്റകുറ്റപ്പണിയിൽ CPM സംശയം ഉന്നയിക്കുന്നു. 1 കോടിയോളം രൂപയുടെ അറ്റകുറ്റപ്പണി അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ദിവസമായിട്ടും അത് തീരുന്നില്ല. ഇതുവരെ കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞ് ക്ലിഫ് ഹൗസിലേക്ക് വി.ഡി. സതീശൻ മാറാതിരിക്കാനുള്ള കാരണമാണ് CPMന് സംശയം ഉണർത്തുന്നത്. കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയാണല്ലോ. പ്രതിപക്ഷ നേതാവ് എന്നതൊരു ക്യാബിനറ്റ് പദവിയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പോലെ അർദ്ധ ഭരണഘടനാ പദവിയാണ്. കേന്ദ്ര ഏജൻസികളും മറ്റ് സംസ്ഥാന ഏജൻസികൾക്കും കന്റോൺമെന്റ് ഹൗസിലേക്ക് കടന്നു ചെല്ലാൻ ക്ലിഫ് ഹൗസിലേതുപോലെ തന്നെ പരിമിതികളുണ്ട്, നടപടികളുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ.ഡി. ഇത്രയും കാലം അതിന് തടസ്സമായി, നിലവിൽ പിണറായി വിജയനിലേക്ക് എത്തുന്നതിന് തടസ്സമായി ഉണ്ടായതിന് സമാനമായ സാഹചര്യം അപ്പോൾ വീണ്ടും സൃഷ്ടിക്കപ്പെടും. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലായിരുന്നല്ലോ അന്നേരം താമസം. ഇനി മകളുടെ കാര്യത്തിനാണെങ്കിലും വേണ്ടി വന്നാൽ അവർ താമസിക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഇടത്ത് വാർത്ത സൃഷ്ടിക്കാവുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണ സാഹചര്യം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ വീണയുടെ മൊഴിയെടുക്കുന്നതിന് അവിടെ തന്നെ പോയി എടുക്കണം എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പരിമിതി ഉണ്ടാകും. അതിന് നോട്ടീസ് കൊടുക്കാം. അങ്ങനെയാണ് ഈ കേസിൽ SFIയുടെ മുന്നിൽ വീണ നേരത്തെ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വാടക വീട്ടിലാണ് പിണറായി വിജയൻ താമസിക്കുന്നത്. പിണറായിയിലേക്കുള്ള വഴി തുറക്കണമെങ്കിൽ വീണയുടെ അറസ്റ്റെങ്കിലും ഉണ്ടാകണമല്ലോ. അതിൻ്റെ ഭാഗമായി വാടക വീട്ടിൽ ഒരു തടസ്സവുമില്ലാതെ തീരുമാനിച്ചതിൻ്റെ അടുത്ത മിനിറ്റിൽ ഇ.ഡിക്ക് ഇന്നലെ എത്താൻ കഴിഞ്ഞു. എന്തു നടപടിയും ഏത് വിധത്തിലും കൈക്കൊള്ളാൻ നിലവിലെ പിണറായി വിജയൻ്റെ താമസ സൗകര്യം ഇ.ഡിക്കും എളുപ്പമാർഗമാണ്. എന്നാൽ കന്റോൺമെന്റ് ഹൗസിലാണെങ്കിലോ അവിടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കണം. വീണയാണെങ്കിൽ ഇനി വിളിച്ചു വരുത്തി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോകണം. അല്ലാതെ കന്റോൺമെന്റ് ഹൗസിൽ പോയി ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക, ഇതൊന്നും നടക്കില്ല. അതിനപ്പുറത്ത് പിണറായിയുടെ സാന്നിധ്യത്തിൽ താമസ സ്ഥലത്തേക്ക് തോന്നിയതുപോലെ കയറി ചെല്ലാനാകില്ല. അതുകൊണ്ടുകൂടി ഈ അന്വേഷണത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ ഇ.ഡി. പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അറിവോടെയുള്ള നീക്കങ്ങളാണ് ഇ.ഡിയുടേത് എന്നും CPM സംശയിക്കുന്നുണ്ട്. അതിന് ഇ.ഡിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കന്റോൺമെന്റ് ഹൗസ് ഒഴിയാതിരിക്കുന്നത് എന്നാണ് അവരുടെ സംശയം. വീണയുടെ ഫോൺ ഇ.ഡി പിടിച്ചെടുത്തു.
അവരുടെ ഒരു അക്കൗണ്ടിലെ 1.5 ലക്ഷം രൂപയുള്ള അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1.72 കോടിയുടെ കണക്കിൽ അറസ്റ്റ് പ്രായോഗികമല്ല. പക്ഷേ CMRൽ നിന്ന് അതിൽ കൂടുതൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണത്തിൽ അറസ്റ്റ് വരെ എത്തിക്കാം എന്നാണ് EDയുടെ പ്രതീക്ഷ. എന്നാൽ ED മാധ്യമങ്ങൾക്ക് നൽകിയ വിവരമനുസരിച്ച് കമ്പനി ട്രാൻസാക്ഷനിൽ അതിൽ കൂടുതൽ പണം കൈമാറിയിട്ടുണ്ട് എങ്കിലും അത് കടമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് എന്നും രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവർ വാർത്ത വിശദീകരിക്കുന്നുണ്ട്. വാങ്ങിയ പണം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് ED പറയുന്നതായി മനോരമ EDയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. CMRൽ നിന്ന് വീണയുടെ കമ്പനി കൈപ്പറ്റിയത് 2.78 കോടി എന്ന് അന്വേഷണ റിപ്പോർട്ട് എന്ന തലക്കെട്ടിൽ മനോരമയിൽ രാജീവ് നായരുടെ ബൈലയിൽ നൽകിയ ഒരു വാർത്ത ഉണ്ട്. 1.72 കോടി രൂപയുടെ കരാറാണ് വീണയുടെ കമ്പനിയും CMRലും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് EDയുടെ വാദം. വീണയുടെ അറസ്റ്റ് വരെ എത്തിക്കാവുന്ന പിടിവള്ളി ഈ അധികം കൈമാറിയ തുകയുടെ കാര്യത്തിൽ മാത്രമാണ് EDക്ക് മുന്നിലുള്ളത്. വീണയുടെ അക്കൗണ്ടിലോ അല്ലാത്ത ട്രാൻസാക്ഷനിലോ ഒന്നും പണവിനിമയത്തിൽ കാര്യമായി പിടുത്തം കിട്ടിയിട്ടില്ല. ഉള്ള ബാങ്ക് അക്കൗണ്ടിൽ ആകെ 1.5 ലക്ഷത്തോളം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഇന്നലെ തന്നെ ED മരവിപ്പിച്ചു. എന്നാൽ 1.72 കോടിയിൽ കൂടുതൽ വാങ്ങിയ തുക CMRൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിലും നിയമ നടപടിക്ക് EDക്ക് മുന്നിൽ പരിമിതിയുണ്ട്. അറസ്റ്റടക്കം അന്വേഷണ സമയത്ത് നടപടി എടുക്കാമെങ്കിലും കേസ് നിലനിൽക്കില്ലെന്ന് മനോരമ വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. കാരണം CMRൽ ഡയറക്ടറായ ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപ ഉൾപ്പെടെ കടമാണെന്നാണ് പറയുന്നത്. അത് തിരിച്ചടച്ചതിന് രേഖകളും ഉണ്ടത്രേ. IT സേവന കരാർ പ്രകാരമുള്ളതല്ലാതെ വാങ്ങിയ പണം അത് കമ്പനിയുടെ സേവനത്തിനുള്ള പ്രതിഫലം ലഭിച്ച മുറയ്ക്ക് എംപവർ ഇന്ത്യ കമേഴ്സ്യലിൽ തിരിച്ചടച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായി മനോരമ വാർത്തയുണ്ട്. പക്ഷേ ED SFIO ചുമത്തിയ കുറ്റമോ അതിന് മേൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമോ ചുമത്താനാകുമോ എന്ന് ഈ സാഹചര്യത്തിൽ ആരായുകയാണ്. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് SFIO ചുമത്തിയിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ചുമതലയിലുള്ള SFIOയുടെ കുറ്റപത്രം കോടതി തന്നെ സ്റ്റേ ചെയ്തിട്ടാണ് ഉള്ളത്. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SFIOയുടെ ആരോപണം. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം CPM ഉന്നയിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് SFIOയുടെ കുറ്റപത്രത്തിലുള്ളത്. അതുകൊണ്ട് CPMന്റെ രാഷ്ട്രീയ ആരോപണത്തിന് അവർ ബലം കൊടുക്കാൻ വേണ്ടി SFIOയുടെ ഈ കുറ്റപത്രം ഹാജരാക്കുകയും ചെയ്യുന്നു. അതേസമയം EDയുടെ നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയാൽ തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് വിലയിരുത്തൽ. പക്ഷേ അടിയന്തരമായി ഇപ്പോഴത്തെ നീക്കം വീണയുടെ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങിയേക്കാനുള്ള പശ്ചാത്തലമുണ്ട്. പിന്നീട് ബാക്കിയുള്ളത് കോടതിയിലാണല്ലോ. ഇതിലും ചെറിയ കാര്യത്തിന് പോലും മാസങ്ങളോളം EDയുടെ അറസ്റ്റിന് വിധേയരായവർ ഉണ്ട്. ഉദാഹരണത്തിന് P. ചിദംബരം തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ട്, കോൺഗ്രസിൻ്റെ നേതാവ്. പിന്നീട് പുറത്തിറങ്ങി കേസുമില്ലാതെ പൊടിയും തട്ടി ED പോയി. എങ്കിലും അതത് സമയത്തെ നീക്കങ്ങൾ രാഷ്ട്രീയ കൂളക്കം സൃഷ്ടിച്ചിരുന്നു. കേരളത്തിൽ വീണയുടെ അറസ്റ്റ് ഉണ്ടാവുകയും അതിൻ്റെ തുടർച്ചയായി പിണറായിയിലേക്ക് സംശയം നീട്ടുകയും ചെയ്താൽ പ്രതിപക്ഷം എന്ന നിലയിൽ CPMനെ അപ്രസക്തമാക്കാമെന്ന് അവർ വിലയിരുത്തുന്നു. കോൺഗ്രസും BJPയും മാധ്യമങ്ങളും ആരോപണങ്ങൾ കടുപ്പിക്കുകയും ചെയ്യും. ഇതേസമയം ഇപ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളിൽ വീണ പ്രതികരിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗം CPMലുണ്ട്. നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയെങ്കിലും വ്യാപകമായി വരുന്ന പ്രചരണങ്ങളിൽ വ്യാജമായവ അതത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കണം എന്നും വിശദീകരണം നൽകണം എന്നുമാണ് ആവശ്യം. ED അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ അതുണ്ടാക്കുന്ന സംശയങ്ങളുടെ പുകമറയെ അതിജീവിക്കാൻ വിശദീകരണം അനിവാര്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ രോഷം പൂണ്ട ED ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. അത് പ്രകാരമാണ് വാർത്ത വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും EDയുടെ അവകാശവാദത്തിന്റെ ബലത്തിലാണ്. അവർ അതിലേക്ക് നീങ്ങുന്നു എന്ന മട്ടിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഗെയിം പ്ലാനിൽ VD സതീശൻ നിർണായക റോൾ വഹിക്കുന്നു എന്ന് CPM സംശയിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഔദ്യോഗിക വസതിയുടെ കാര്യത്തിലാണ്. VD സതീശൻ കന്റോൺമെന്റ് ഹൗസ് ഒഴിയാത്തത് ആസൂത്രിത നീക്കം ആണ് എന്ന സംശയം അവർക്കുണ്ടായത് അങ്ങനെയാണ്. കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി മാറുന്നതോടെ EDക്ക് നടപടികളിൽ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും. തീരുമാനിച്ചാൽ ഉടനെ വീട് കയറുക, നോട്ടീസ് ഇല്ലാതെ വന്ന് മൊഴിയെടുക്കുക, ഇത്തരം പരിപാടികൾ കുറയും. അറസ്റ്റിനടക്കം നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ പിണറായിയുടെ വീട് ആ അർത്ഥത്തിലൊരു സൗകര്യമാണ്. അതുകൂടി മനസ്സിലാക്കി VD സതീശൻ കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് CPMന്റെ വിമർശനം. ആ സമയം പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നതാണ് എന്ന്. കേന്ദ്ര ഏജൻസികൾക്ക് അതിനായി സമയം നൽകുന്നതിന് വേണ്ടി ആണ് മുഖ്യമന്ത്രിയുടെ നടപടിയെന്ന്. ഇതേസമയം മുഖ്യമന്ത്രി ഇതുവരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ പ്രതികരിക്കാതെ നടക്കുന്നത് കടുത്ത വിമർശനം വീണ്ടും വീണ്ടും ഉയർത്തുന്നുണ്ട്. ഇത് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ അടക്കം EDയുടെ വരവ് അറിഞ്ഞിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞു. ഈ വാദം
CPIM വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ. VD സതീശൻ CMO ഓഫീസ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ അവർ കരുതുന്നു. ഇതിൻ്റെയൊക്കെ കണക്ഷനായിട്ടാണ് ഈ കന്റോൺമെൻറ് ഹൗസ് ഒഴിയാത്ത സാഹചര്യവും വരുന്നത്. CMRL കേസിൽ രമേശ് ചെന്നിത്തല മുതൽ PK കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവരുടെ പേരുകളിലേക്ക് അന്വേഷണം പോകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. സതീശന്റെ നീക്കം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മാത്രമല്ലെന്നും കോൺഗ്രസിലെ ആഭ്യന്തര ശത്രുക്കളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നും CPM-നും ഒരു വ്യക്തതയുണ്ട്. വീട് മാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഒരു സൂചനയും അടുത്ത വൃത്തങ്ങൾക്ക് പോലും നൽകിയിട്ടില്ല. ഹൈക്കമാൻഡിനെയോ മറ്റേതെങ്കിലും കേന്ദ്രത്തെയോ ആശ്രയിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയും എന്നതിനാൽ VD സതീശന്റെ നീക്കം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.